ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ എൻറ്റയർ ലൈഫ് തന്നെ മാറാൻ തുടങ്ങും. ഓരോ ചാലഞ്ച് വരുമ്പോഴും അത് നമുക്കൊരു ത്രെറ്റായിട്ട് തോന്നുന്നതിനേക്കാളും കൂടുതൽ നമുക്കത് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് നമുക്ക് തോന്നാം. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എന്ത് തെറ്റ് സംഭവിച്ചു, എന്താണ് അവിടെ പറ്റിയത് എന്നതിനേക്കാളും കൂടുതൽ എന്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം അതാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴത്തേനും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ താങ്ങാനും ഒക്കെയുള്ളൊരു സ്ട്രെങ്ത്ത് മനസ്സിനുണ്ടാവുന്നു. അപ്പം സെറ്റ് ബാക്ക്സ് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിൽ നല്ലത് കാണാനും കൂടുതൽ പോസിറ്റീവ് എക്സ്പീരിയൻസസ് നമുക്ക് കൂടുതൽ ഉണ്ടാവാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ജീവിതത്തിൽ പിന്നെയും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അല്ലേ, പക്ഷെ നമുക്കൊരു പോസിറ്റീവ് കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്കതിനെ കൂടുതൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കും. പിന്നെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രോബ്ലം വരുമ്പോൾ അതൊന്നും നോക്കത്തില്ല, അങ്ങനെയല്ല. അപ്പം അതിനെ നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാണാതെ അതിനെ എങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണ് പോസിറ്റീവ് തിങ്കിങ് വഴി ചെയ്യുന്നത്. ഇനിയത്തെ ഒരു കാര്യം നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ തോട്ട്സ് നമ്മളെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജിയെ താഴ്ന്നു പോകും അല്ലേ. അപ്പോൾ നമ്മളങ്ങ് സ്റ്റക്കായിട്ടിരിക്കും. പക്ഷേ പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിലോ നമുക്കൊരു ഹോപ്പും മോട്ടിവേഷനും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്, അതായത് പോസിറ്റീവ് തിങ്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡിപ്രഷൻ കുറയും, അതുപോലെ അവർക്ക് ബെറ്ററായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മൾ റൂയിൻ ചെയ്യാതെ, നമ്മളെ നശിപ്പിക്കാതെ നമ്മൾ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. അതെല്ലാം ടെമ്പററിയാണ്, നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള നിലക്ക് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, നമുക്ക് കൂടുതൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഓരോ ദിവസത്തിലും നല്ലതിൽ ഫോക്കസ് ചെയ്യുക. അപ്പം കൂടുതൽ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആവുകയും ചെയ്യും, നല്ലൊരു ലൈഫ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും സ്ട്രോങ് ആവും. അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ സിഗ്നൽസ് അനുസരിച്ചാണ് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടല്ലോ, കോർട്ടിസോള്, അതെല്ലാം കുറയും. ഈ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് തന്നെ പ്രശ്നമാവും. അപ്പോൾ അതിന് പകരം നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആവും, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയും, അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവുകയും ചെയ്യും. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാർക്ക് ബെറ്റർ ഹാർട്ട് ഹെൽത്തും, അതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലും അവർ പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്യാനും അവർക്ക് എളുപ്പമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറയും, അതുപോലെ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ നമുക്ക് കൂടുതൽ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് നമ്മൾ ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഫുഡ് കഴിക്കാനും എക്സസൈസ് ചെയ്യാനും ബോഡീനെ ടേക്ക് കെയർ ചെയ്യാനും എല്ലാം നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. അത് തന്നെ നമ്മൾ എന്ത് കാര്യം വന്നാലും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡീനെ എനർജൈസ് ചെയ്യാനും ഈ പോസിറ്റീവ് തിങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ജീവിതം ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ റെസിലിയൻസ്, നമുക്ക് താങ്ങാനുള്ള കഴിവ് കൂടുന്നു. ജീവിതം എപ്പോഴും സ്ട്രഗിൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പോസിറ്റീവ് തിങ്കിങ് ആണ് നമുക്ക് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ളൊരു കരുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കാതെ ഇനി എന്ത് ചെയ്യും, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ, എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ കാര്യം നമ്മളെ ഓരോ പുതിയ സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും മുന്നോട്ട് പോവാനും എളുപ്പമായിരിക്കും. അതുപോലെ ഡിഫിക്കൽട്ടീസ് ഒരിക്കലും നമ്മൾ അതിനെ ഡിനൈ ചെയ്യുന്നില്ല. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവർ ഓക്കെ, സെറ്റ് ബാക്ക്സ് ഉണ്ടാവും, പക്ഷേ അത് ടെമ്പററി ആണ്, ഓവർകം ചെയ്യാൻ പറ്റും, നല്ല കാര്യങ്ങൾ വരും എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റ് ബാക്ക്സ് വരുമ്പോൾ അതൊരിക്കലും നമ്മളെ തളർത്തില്ല.
അതുപോലെ ഓരോ ചാലഞ്ച് വരുമ്പോഴും ഈ പോസിറ്റീവ് തിങ്കിങ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു എന്തെങ്കിലുമൊക്കെ തോൽവികൾ ഉണ്ടായാലും അത് മുന്നോട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് മാറും. നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൊരു ഫീല് വന്നാൽ തന്നെ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലേ. ഉള്ളിലെ എന്താ പറയുക, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഈ പോസിറ്റീവ് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിലും അച്ചീവ്മെൻറ്റ്സിലും ഒക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ കുട്ടി സക്സസ്സുകളെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തോൽക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ല. നമ്മൾ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കോൺഫിഡൻസ് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ സക്സസ്സിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ അംബീഷ്യസ് ആയിട്ടുള്ള ഗോൾസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കഴിയും. പേടിച്ച് സെൽഫ് ഡൗട്ട് എടുത്ത് നിൽക്കുന്നതിനേക്കാളും അവർക്ക് സ്റ്റഡി ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനും എല്ലാം കഴിയും. ഓരോ തടസ്സമൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. അതുപോലെ ഓരോ ചെറിയ സക്സസ് ഉണ്ടാകുമ്പോഴും അത് കൂടുതൽ മോട്ടിവേഷൻ വരും. അപ്പോൾ ഒരു സക്സസിൻ്റെ സൈക്കിൾ തന്നെ ഉണ്ടാവുന്നു. നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സക്സസ് വിഷ്വലൈസ് ചെയ്തും അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, മുന്നോട്ട് പോവുകയും ചെയ്യും. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും. പേടിയൊന്നും ഉണ്ടാവുന്ന, ഫിയറിൻ്റെ ഫെയിലിയർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ആ ഒരു എനർജി ആൾക്കാർക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനും നമ്മളെ ട്രസ്റ്റ് ചെയ്യാനും എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിലോട്ട് വരും. ഇങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ റിസ്ക് എടുക്കാനും പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാനും എല്ലാം നമുക്ക് കഴിയും. അപ്പോൾ ഒരുപാട് ഗുഡ് തിങ്സ് നമ്മുടെ രീതിയിൽ വരും. എന്താ പറയുക, കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സക്സസ് വരും. അതുപോലെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് തെറ്റിപ്പോവാന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്താണ് കറക്റ്റായിട്ട് വരിക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നു. നമ്മുടെ മൈൻഡ് കാമാവും. ഓക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രഷർ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് കൂടുതൽ കഴിയും. അപ്പോൾ അവർ കൂടുതൽ ഈ പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ സൊല്യൂഷൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. വലിയ ടാസ്കുകൾ വരുമ്പോൾ അതിന് ചെറിയ സ്റ്റെപ്സായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ ഇമോഷണലി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ ഇങ്ങനെയുള്ളവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഈ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു താങ്ക്ഫുൾ ആയിരിക്കും കുറച്ചും കൂടി. അത് ശരിക്കും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പേടിച്ച് നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്ത തന്നെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. അപ്പം സൊല്യൂഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷൻ വലിയതാവുന്നു. അതുപോലെ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാൻ കഴിയുന്നു. എന്തെങ്കിലും ചാലഞ്ച് വന്നാൽ അത് നമുക്കത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഏത് ഫീൽഡിലാണെങ്കിലും ബിസിനസ്സോ ആർട്ടോ അല്ലെങ്കിൽ എവറി ഡേ ലൈഫിൽ എന്തിലാണെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ചിന്തകളെ കൂടുതൽ നന്നായിട്ട് വലുതാക്കി ചിന്തിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് കഴിയുന്നു. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൂടെ ഉള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ പോലെയാണ്. അതുപോലെ നമ്മളുടെ ആ ഗുഡ് ഫീലിംഗ് അവരിലോട്ടും സ്പ്രെഡ് ചെയ്യുന്നു. പോസിറ്റീവ് തിങ്കേഴ്സ് നാച്ചുറലി ഒരു ലീഡറായി മാറും. കാരണം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയും അല്ലേ. ഒരു കാം ആൻഡ് കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് നമ്മളോടൊരു വിശ്വാസം വരും. അപ്പോൾ അത് തന്നെ നമ്മുടെ ഓരോ ഫാമിലീസും ഓരോ ടീമുകൾ കമ്മ്യൂണിറ്റി ഇതെല്ലാം മാറ്റിമറിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയും. അതുപോലെ നമുക്ക് ബെറ്ററായിട്ട് ഡിസിഷൻസ് ഉണ്ടാക്കാനും നമുക്ക് ഈസിയാണ്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ റിസ്കുകളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ലൊരു
ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. കാരണം മൈൻഡ് കൂടുതൽ ക്ലിയർ ആയിരിക്കും, നമ്മുടെ ഇൻസ്റ്റിങ്സിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ വർക്ക് ചെയ്യില്ലെങ്കിൽ ഓക്കെ, നമുക്ക് അടുത്ത വഴി എടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പെട്ടെന്നൊരു ഇമ്പൾസീവ് ചോയ്സ് എടുക്കാതെ ലോങ് ടേമിൽ എന്താണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കി നമ്മൾ ഡിസിഷൻസ് എടുക്കും. അതുപോലെ നമുക്കൊരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാവുന്നു. നമ്മുടെ ലൈഫ് ഡയറക്ഷനെ പറ്റിയിട്ട് നമുക്കൊരു ഫോക്കസ് ഉണ്ടാവുന്നു. നമ്മളുടെ ഓരോ ഡെയിലി ആക്ഷൻസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു എയിം ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും. ഓരോ ചാലഞ്ച് ഓരോ ലെസനാണ്. അപ്പോൾ നമ്മളത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെൻസ് ഓഫ് പേർപ്പസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. നമ്മുടെ ലൈഫ് ഹാർഡാണെങ്കിലും അതിനപ്പുറത്തും ഇനിയും കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. പിന്നെ അതുപോലെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു ജീവിതം തരുന്നു. ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെ വേൾഡിനെ ഇങ്ങനെയൊരു ഹോപ്പിൻ്റെ ലെൻസിൽ കൂടെ കാണുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് കിട്ടുന്നു. നമ്മുടെ റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യും, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, നമുക്ക് ഗോൾസ് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഫുൾ ടൈം നെഗറ്റീവായിട്ട് ഇരിക്കുന്നതിനേക്കാൾ ഒരുപാട് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഒരു പെർഫെക്റ്റ് ലൈഫ് ഉണ്ടാവുന്നതല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ ആ ലൈഫിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളത് ഓക്കെ, അതും വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. അതുപോലെ ലൈഫിൻ്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് ലോങ് ടേമിലൊരു സാറ്റിസ്ഫാക്ഷനും ഫുൾഫിൽമെൻറ്റും എല്ലാം കിട്ടുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെയിലി നമ്മൾ സർവൈവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഹാപ്പി ആയിട്ട് ആ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് തിങ്കർ ആവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് ചർച്ച ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നടക്കുമെന്നല്ല, പക്ഷെ അതൊരു പ്രാക്ടീസായിട്ട് കൊണ്ടുപോവുക. ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൻ്റെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.